വാർത്തകളിലേക്ക് സ്വാഗതം. ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. സസ്യരോഗ ഗവേഷണ നിർണയ കേന്ദ്രം കാർഷിക കോളേജിൽ ആരംഭിച്ചു. പച്ചക്കറി കൃഷിക്ക് ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. സസ്യരോഗ നിർണയത്തിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയ പുതിയ സസ്യരോഗ ഗവേഷണ നിർണയ കേന്ദ്രം വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. കർഷകർക്ക് തങ്ങളുടെ കൃഷി പ്രശ്നങ്ങൾ നേരിട്ട് ശാസ്ത്രജ്ഞരുമായി ചർച്ച ചെയ്യാനും രോഗകീടബാധിതമായ സസ്യഭാഗങ്ങൾ പരിശോധിപ്പിച്ച് രോഗകീട പരിഹാര മാർഗം കാണാനും സസ്യരോഗ ഗവേഷണ കേന്ദ്രത്തിലൂടെ സാധ്യമാകും. രോഗവിമുക്തമായ നടീൽ വസ്തുക്കളുടെ വാണിജ്യ ഉൽപാദനത്തിനും ഈ കേന്ദ്രത്തിൽ സൗകര്യമുണ്ട്. അതോടൊപ്പം ടിഷ്യൂ കൾച്ചർ ലാബും പ്രവർത്തിക്കുന്നു. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447 888948. നെല്ല് സംസ്കരണം, അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്ന നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. മാസത്തിൽ ഒരിക്കൽ എന്ന തോതിലാണ് ക്ലാസ്. നെല്ല് സംസ്കരണം, അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്ന നിർമ്മാണം എന്നിവയ്ക്ക് സഹായകമായ യന്ത്ര സാമഗ്രികളെക്കുറിച്ചും നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പരിശീലനം നൽകും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494 2686 214. ഇമെയിൽ abi@gmail.com. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നു. കുറഞ്ഞത് 50 സെന്റ് സ്ഥലം വേണം. വിത്ത്, മറ്റ് ഉൽപാദന ഉപാധികൾ, അടിസ്ഥാന സൗകര്യ വികസനം, യന്ത്രങ്ങൾ എന്നിവയ്ക്കുൾപ്പെടെ പദ്ധതി സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 ലക്ഷം രൂപ സഹായം നൽകും. 50 സെന്റ് കൃഷിസ്ഥലമില്ലാത്ത സ്ഥാപനങ്ങൾക്കും പച്ചക്കറി കൃഷി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സഹായം നൽകും. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.